ഉച്ചയ്ക്ക് ഊണിന് പറ്റിയ പലതരം വെജിറ്റബിൾ ഫ്രൈസിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് ചേന പൊരിച്ചത്, പാവയ്ക്ക പൊരിച്ചത്, വഴുതനങ്ങ പൊരിച്ചത് എന്നുള്ളവയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ രീതിയിൽ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ചേന പൊരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു 1/4 കിലോ ചേന എടുത്ത് ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ചിപ്സിനൊക്കെ എടുക്കുന്ന പോലത്തെ കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മാക്സിമം നിങ്ങൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഒന്നും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കറി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ കറി പേസ്റ്റ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ കറി പേസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക്. അപ്പോൾ ഈ കറി പേസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഈ കറി പേസ്റ്റിനെ പറ്റി. അപ്പോൾ ഈ ചേനയിൽ ഞാൻ ഈ കറി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറി പേസ്റ്റിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇനി ഈ ചേന എങ്ങനെയാണ് പൊരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് പൊരിച്ചു കോരിയെടുക്കാം. ഇത് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. കറി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചേനയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് തിരുമ്മിയും വേണമെങ്കിൽ പൊരിക്കാം. കറി പേസ്റ്റ് ചേർത്താണ് ചേന പൊരിക്കുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഫ്രൈ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ നീളത്തിലുള്ള പച്ച കളറ് വഴുതനങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ 2 വഴുതനങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കനത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. തീരെ നേരിയതായിട്ട് കട്ട് ചെയ്യരുത്, കാരണം പൊരിക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോവും. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഈ വഴുതനങ്ങയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി പിടിപ്പിക്കുക. വഴുതനങ്ങ പൊരിക്കുന്ന പോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്കായും പൊരിച്ചെടുക്കാം. ഒരു 1/4 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത വെണ്ടയ്ക്ക, അതായത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്താൽ മതി, അല്ലാതെ നീളത്തിൽ കീറിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വെണ്ടയ്ക്കയിലും ഇത്രയും ഇൻഗ്രീഡിയൻസ് പുരട്ടി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വഴുതനങ്ങയും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചേനയിൽ കാണിച്ചു തന്ന പോലെ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനെപ്പറ്റിയൊന്നും ഞാൻ വീണ്ടും ഒന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതും ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഇത്തിരി ഒന്ന് ഒരു ഡാർക്ക് കളറാകും. ആ സമയത്താണ് കോരി എടുക്കേണ്ടത്. ഈ വഴുതനങ്ങ ആയതുകൊണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കില്ല. ചേന നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും പൊരിച്ചത്. നമ്മൾ ചിപ്സ് തിന്നുന്ന പോലെ ചേന നമുക്ക് എടുക്കാൻ പറ്റും പൊരിച്ചിട്ട്. വഴുതനങ്ങ ആകുമ്പം അതിനൊരു ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും നല്ലപോലെ ഒന്ന് മുറുകി വരും ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ നിരത്തിയ പ്ലേറ്റിലോട്ട് മാറ്റുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ അതിലോട്ട് വലിഞ്ഞു പോയിക്കോളും. അങ്ങനെ ഇവിടെ വഴുതനങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഈ ഫ്രൈസ് ഒക്കെ റെഡിയാവുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ പൊരിച്ചു കാണിക്കാൻ പോകുന്നത് പാവയ്ക്കയാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന 3 വെജിറ്റബിൾസ് കാണിക്കുന്നുണ്ടെങ്കിൽ 3 തരത്തിലാണ് പൊരിച്ചെടുത്തിരിക്കുന്നത്. ഒരു പാവയ്ക്ക എടുത്ത് നീളത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കനം കുറച്ച് അരിയണം കേട്ടോ. അതിനുശേഷം ഇതിന്റെ കയ്പ്പ് മാറാനായിട്ട് 1/2 മണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഈ പാവയ്ക്ക നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉപ്പ് വെള്ളം വേണം. അത് മാത്രമല്ല ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിന്നോട്ടെ. അതിനുശേഷം ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഇത് പിഴിഞ്ഞെടുക്കുക. കഴുകാൻ പാടില്ല. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ പാവയ്ക്ക. ഇതിലോട്ട് വേണ്ടി 3 പച്ചമുളകും കൂടി നീളത്തി കീറി വെച്ചിട്ടുണ്ട്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇതിനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടാവുമ്പോൾ 2 പച്ചമുളക് ഇട്ട് അതിലോട്ട്
ഈ പാവയ്ക്കയിൽ നിന്ന് കുറച്ചെടുത്ത് ഇട്ട് പൊരിച്ചെടുക്കുക. ആദ്യം പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പാവയ്ക്കായും കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ എരിവ് എത്ര വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെറുതെ ഇങ്ങനെ പച്ചമുളകും പാവയ്ക്കായും മാത്രം ഇട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കുക. നല്ല രുചിയാണ് ഈ പാവയ്ക്ക പൊരിച്ചതും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. വഴുതനങ്ങ പൊരിച്ച രീതിയിലാണ് വേണമെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക പൊരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും പൊരിച്ചെടുക്കാം. ഇങ്ങനെ കനം കുറച്ച് ചേന അരിഞ്ഞ പോലെയാണ് ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ പാവയ്ക്കതേ ഇങ്ങനെ പൊരിച്ചെടുക്കുക. ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് പാവയ്ക്കയും പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ച് കോരി വെക്കാം. അപ്പോൾ 3 തരം വെജിറ്റബിൾ ഫ്രൈസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങി വരുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് വരെയും ചെയ്യിപ്പിക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്